ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെദർഗാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ വീടിൻ്റെ കയറി വരുന്നിടത്ത് ഫ്രണ്ട് സൈഡിലുള്ളൊരു കോർണറാണ് കേട്ടോ. ഇവിടെ ഞാൻ പലതവണ പല പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ അതിലൊരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കോർണറിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ, നമുക്കിത് ഇനി കുറേ ചെയ്യാനായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഞാൻ കവറിൽ വെച്ചിരിക്കുന്നത്, കവറിൽ നിന്ന് ഇത് ചേഞ്ച് ചെയ്യണം. പിന്നെ സ്റ്റോൺസ് എൻ്റെ കയ്യിൽ കഴിഞ്ഞിരിക്കുക, അപ്പോൾ സ്റ്റോൺസ് ഇനി വാങ്ങണം. അപ്പോൾ അങ്ങനെ കുറേ ചേഞ്ചസ് ഒക്കെ ഇതിനകത്ത് ചെയ്യാനുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ കവറിലിരിക്കണം, അതൊക്കെ മാറ്റണം. ഇതേ കണ്ടില്ലേ, അപ്പോൾ നമ്മളിങ്ങനെ കോർണറിൽ ഒരു ഇങ്ങനെ ബുദ്ധനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് ഗാർഡൻ സെറ്റിങ്ങിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ നമ്മൾ ബൊഗേമിലൊക്കെ ഈ സൈഡിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഇനി കുറേ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ പ്ലാന്റ്സ് നിറച്ച് തിക്കായിട്ട് വെക്കും. പതിയെ പതിയെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുമൊക്കെ നമ്മൾ പെയിൻ്റ് അടിക്കുകയായിരുന്നു കേട്ടോ 2 ദിവസമായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെയുള്ളൊരു ഫിഷ് ടാങ്കാണ്. അപ്പോൾ ഇതിനി ക്ലീൻ ചെയ്യണം, ഇന്ന് രാത്രി ചെയ്യണം. ക്ലീൻ ചെയ്ത് നമ്മൾ കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടുണ്ട്, ഇതിലിടണം. പിന്നെ അതുപോലെ ഞാൻ വിചാരിക്കുന്നത് ഇവിടെയൊക്കെ താമരയൊക്കെ വെച്ച് അല്ലെങ്കിൽ ആമ്പലോ എന്തെങ്കിലുമൊക്കെ വെച്ച് സെറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ, സ്റ്റോൺസൊക്കെ ഇട്ടിട്ട്. ഈ ബുധനെ ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റെഡി ആയില്ല, കയറി വരുമ്പോൾ കാണണമെന്നല്ല പറയുക ബുധനെ. അതുകൊണ്ട് ഞാൻ ആ കോർണറിൽ വെച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് കയറി വരുമ്പോഴുള്ള കോർണറാണ് കേട്ടോ ഇത്. നമുക്കിങ്ങനെ ഇതേ കണ്ടോ, 2 സൈഡിലും ഇങ്ങനെ, ഇത് ഫ്രണ്ട് സൈഡാണ് കേട്ടോ. ഇങ്ങനെ ഇതുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്ലാന്റ്സുകൾ നിറച്ച് സെറ്റ് ചെയ്യും. ഈ സൈഡിൽ നമ്മൾ ബൊഗേൻവില്ലാസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലവർ ആയില്ല, അതിന് ഇത് ഇട്ട് കൊടുക്കണം, വളം. ഇത് കണ്ടോ, ഇത് നമ്മുടെ വീറ്റ് കലാത്തിയാണ് കേട്ടോ, നല്ല ഹൈറ്റിൽ. ഇതിൻ്റെ കോർണറിൽ ഞാൻ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഓരോ വിധം കുറച്ച് ചെയ്ത് വരണമല്ലോ. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ അധികം പറ്റുന്നില്ല. ഇങ്ങനെ കോബ്രയുടെ പ്ലാന്റ്സ് ഇങ്ങനെ ചുറ്റും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ. പിന്നെ കിണറിന് ചുറ്റും ഇതൊക്കെ ഇനി പെയിൻ്റ് അടിക്കാനുള്ളതാണ് എനിക്ക്. ഓരോന്നായി പോലെ ചെയ്ത് തരണമല്ലോ. ബൊഗേൻവില്ലാസ് വെച്ച് നമ്മളിങ്ങനെ റൗണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടുത്തെ ചെടികളൊക്കെ മാറ്റണം കേട്ടോ. നമ്മുടെ പ്ലാവ് പണ്ട് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പ്ലാവ് നിറച്ച് ചക്ക ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ പോയി, ഫുള്ള് ഉണങ്ങിപ്പോയി. എന്താണെന്ന് അറിയണില്ല. എനിക്കിവിടെ ഒരു പാരി ഉണ്ടായിരുന്നു, അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്ലീനിങ്ങിലായിരുന്നു. ഇതൊക്കെ കണ്ടോ, അത് പ്ലാവ് ഉണങ്ങിയിട്ട് അതിൻ്റെ ചവറുകളാണ്. അപ്പോൾ ഞാൻ വെട്ടി കളഞ്ഞു. ഇവിടെ ഒരു പാരി ഉണ്ടായിരുന്നു, അത് പോയി. ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, നന്നായി ചക്ക ഉണ്ടായിരുന്ന പ്ലാവ്, അത് പോയി. ഇപ്പോൾ ആകെ കൂടിയുള്ളത് ഈ ഒരു റംബൂട്ടാനാണ് കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഞാനിവിടെ വെച്ച് കൊടുത്ത് എനിക്കൊരു ബയറാപ്പിളില്ല, എലന്തപ്പഴം, അതുണ്ടായിരുന്നു, അത് പോയി. ഇനിയിപ്പോൾ ഇവിടെ ഒരു മാവ് വെച്ചിട്ടുണ്ട്. ഇതിന് എന്തോ കംപ്ലൈൻറ്റ് പോലെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. അങ്ങനെ കണ്ട ഈ തളിര് വരുന്നതൊക്കെ ഇങ്ങനെ എന്തോ പ്രാണി കൊത്തി തിന്ന് പോവാം. അപ്പോൾ ഇതിനി കെട്ടി സെറ്റാക്കണം. ചെയ്തിട്ടില്ല, ഇത് കണ്ടിട്ട് ആരും പേടിക്കണ്ട, നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ ഓരോ സൈഡായിട്ട്. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചെന്നില്ലേ, അപ്പോൾ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അപ്ഡേഷനായിട്ട് ഞാൻ ഓരോന്ന് കാണിക്കാം കേട്ടോ. ഗാർഡൻ സെറ്റ് ചെയ്യണത് ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ചസ് മനസ്സിലാവാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയുള്ളതെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കോർണർ ഇന്നലെ രാത്രി മൊത്തം ഇതായിരുന്നു പണി. ഇതിപ്പോൾ എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇത് കാണുമ്പോൾ കണ്ടത് നല്ല ഭംഗിയിൽ കയറി വരുമ്പോൾ തന്നെ അകലേന്ന് കയറി വരുമ്പോൾ തന്നെ കാണാം ഈ കോർണറിൽ സ്റ്റോൺസ് തീർന്നിരിക്കുക. നിറച്ച് ഇതിങ്ങനെ കവർ ചെയ്ത് സ്റ്റോൺസ് വെക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതൊക്കെ വെച്ചതിന് ശേഷം ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ.